വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊന്ന് മാറ്റിയിരുന്നേ കൊള്ളായിരുന്നു. പക്ഷേ അവർ പണക്കാരുടെ സർക്കാരാണ്. ഈ സർക്കാർ അറബിക്കടലിൽ തുലയണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ക്യാപ്റ്റൻ ഉണ്ടെന്ന് പറയുക, ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇല്ല. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത്. അടിച്ചിലിൽ വീണ എലിയെ പോലായി മാറും ജനം. അവര് ഈ സർക്കാരിന്റെ തൂത്തെറിയും, അതിന് സംശയമൊന്നും വേണ്ട. എൽ.ഡി.എഫ് സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ എല്ലാ മേഖലയും സംഭവിച്ചെന്ന് വേണം പറയാൻ. എൽ.ഡി.എഫ് പറഞ്ഞത് എൽ.ഡി.എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയും ശരിയാക്കിക്കൊണ്ട് എല്ലാവരെയും ശരിയാക്കിക്കൊണ്ട് പോയ ഒരു 10 വർഷത്തെ ഭരണമാണ്. ഒരു മായ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ബാലഗോപാലൻ കേരളത്തെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. അനുഭവത്തിൽ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല. ഈ സർക്കാരിനെ കുറിച്ചെന്ന് വെച്ചാൽ വെള്ളക്കരം കറണ്ട് ബില്ല് സർവ്വതും കൂടുതൽ, പിന്നെ പറയാൻ മുഴുവനും അഴിമതി. വിദ്യാഭ്യാസ മേഖലയെ അപ്പാടെ തകിടം മറിച്ച്, ഉന്നത വിദ്യാഭ്യാസ മേഖലയും എല്ലാം. ആരോഗ്യ മേഖലയാണെങ്കിൽ പറയേ വേണ്ട. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ, ഒട്ടേറെ കാര്യങ്ങളാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ. നല്ലതും കൊണ്ട് ചീത്തയുണ്ട്. അങ്ങനെ ഒരു ഒന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. സമസ്ത മേഖലയിലും പരാജയം. വളരെ മോശം അഭിപ്രായമാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ അവർ പറയുന്നുണ്ട്, ചെയ്തു വികസനങ്ങൾ ഒത്തിരി ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ മൈക്കിലൂടെ പ്രസംഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അവർ പാർട്ടി നോക്കിയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങളൊക്കെ താഴെ തട്ടിലെ ആൾക്കാരല്ലേ. അത് കാരണം ഞങ്ങൾക്കാർക്കും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊന്ന് മാറ്റിയിരുന്നേ കൊള്ളായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർക്ക് വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണമാണ് 10 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ളത്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നാല് വീണ്ടും ഈ ഭരണം തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ സ്ത്രീകളുടെ സുരക്ഷിതത ഉറപ്പാണോ? അല്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എത്രയോ നിരവധി കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറ, ചെറുപ്പക്കാരുടെ ഒരു പുതിയ തലമുറയെ വഴിതിരിച്ചു വിടുന്ന കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി നമ്മുടെ കേരളത്തിലെ കുട്ടികൾ മാറുന്നു. പക്ഷെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ്. അതിനെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു ഭരണമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി പദ്ധതികൾ കൊണ്ടുവരുന്നു എന്ന് ഈ ലാസ്റ്റ് നിമിഷത്തിലാണ് പറയുന്നത്. കാരണം അടുത്ത ഇലക്ഷൻ ലക്ഷ്യമിട്ട് തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങൾ. ഇപ്പം സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞ് അവർക്ക് പെൻഷനുണ്ട്. അതുപോലെ തന്നെ ആശാവർക്കർമാർ പകൽ സമരം നടത്തിയിട്ട് പോലും അവരുടെ ഓണറേറിയം കൂട്ടാനോ അതിന് മുൻകൈ എടുക്കാനോ അവർ തുനിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരിപ്പോൾ 1000 രൂപ ആദ്യം കൂട്ടി, അത് ഇപ്പോൾ ഒരറിയിപ്പോ ഒരു ഇതും ഇല്ലാതെ പിന്നെയും 1000 രൂപ കൂട്ടി. അതൊക്കെ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതായത് ഈ ഇലക്ഷൻ എൽ.ഡി.എഫ് സർക്കാരിനെ കുറിച്ച് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം അവർ ഭരിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ജനങ്ങൾക്ക് നരകപ്പാടല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. പാവങ്ങളുടെ സർക്കാരെന്നും പറഞ്ഞാൽ അവർ കർഷകർക്കും പാവങ്ങൾക്കും വേണ്ടിയിട്ടുള്ളവരെന്നാണ് പറയത്തില്ല. പക്ഷേ അവർ പണക്കാരുടെ സർക്കാരാണ്. അതാണ് നമ്മുടെ അനുഭവത്തിൽ ബോധ്യപ്പെട്ടത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണെന്ന് പറഞ്ഞ് കയറിയ നാളെ തൊട്ട് ഇങ്ങനെ പെൻഷനിൽ ഇച്ചിരി വർധനവ് വരുത്തുന്നുണ്ട്. അതിന് 4 ഇരട്ടി കൊടുത്തെങ്കിലേ ഇപ്പം നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടത്തുള്ളൂ. ഈ 1000 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾ ഈ 2000 രൂപ കൊടുത്താലും നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പരാജയപ്പെട്ട സമസ്ത മേഖല, കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലെയും തകർത്ത് തരിപ്പണമാക്കിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. കേരള ജനതയ്ക്കൊരു ബാധ്യതയാണ്. ഈ സർക്കാർ അറബിക്കടലിൽ തുലയണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ വരുവാൻ പോകുന്ന ജനവിധി. ബാലഗോപാലൻ കേരളത്തെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ബാലഗോപാലൻ എണ്ണ തേപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവരെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക. അദ്ദേഹത്തിന് ജയ് വിളിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എന്ത് പറയാൻ. ഇപ്പം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. 5 കൊല്ലമായിട്ട് അവിടുന്ന് പെൻഷനാകുന്നവർക്ക് ഇതുവരെ ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. അത് കൊടുക്കണമെങ്കിൽ തന്നെ കോടികൾ വേണം. എവിടെ നിന്നിട്ട് കൊടുക്കാൻ? ഫീസ് തുച്ഛമായ ഫീസേ ഉള്ളൂ. അവിടെ സർക്കാർ മേഖലയിലുള്ളതാണ്. എൽ.ഡി.എഫ് സർക്കാരിനെ കുറിച്ചുള്ള പറഞ്ഞാൽ ഇവർ ആദ്യ 5 വർഷത്തിൻ്റെ പകുതി വരെ വലിയ കുഴപ്പമില്ലാത്ത രീതി നമുക്കൊരു പ്രതീക്ഷയായിരുന്നു ആദ്യം. അതിനുശേഷം ചേട്ടൻ വന്നാണെങ്കിൽ കറണ്ട് ചാർജ്, വെള്ള ചാർജ്, അതുപോലെ പെരക്കരം, അതുപോലെ എല്ലാ സാധനങ്ങൾക്കും ഉമ്മൻചാണ്ടി സർക്കാർ സമയത്ത് ലോട്ടറി ടിക്കറ്റിനാണെങ്കിൽ 30 രൂപയേ ഉണ്ടായിരുന്നു. അതിപ്പോൾ 50 രൂപ. അതുപോലെ ഏത് മേഖല നോക്കിയാലും ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളക്കരം തന്നെ ആണെങ്കിൽ പല മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇവിടെ സാധാരണക്കാരായിട്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ താങ്ങി തൃക്കുന്ന മേഖലയാണ് ഞാൻ വരുന്നത്.
ആ മേഖലയിലൊക്കെ ആണെങ്കിൽ പിന്നെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതമൊക്കെ വളരെ മോശമാണ്. പിന്നെ മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി രമേശ് ചെന്നിത്തല കൊണ്ടുവന്നേ ആഭ്യന്തരമന്ത്രിയായിട്ട് സമയത്ത് അത് നിർത്തലാക്കി. എല്ലാം ജനദ്രോഹപരമായ പരിപാടികൾ മാത്രമേ ആണ് ഈ കേരളയിലാണേലും ഓരോ കാര്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും ജനദ്രോഹ നടപടികളാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം ആരോഗ്യ മേഖലയോ വീണ ജോർജിന്റെ ധിക്കാരവും അഹങ്കാരവും കാണുക എന്നുള്ളതല്ലാതെ ഈ ക്യാപ്റ്റൻ ഉണ്ടെന്ന് പറയുക, ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇല്ല, കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത്. ഈ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഈ ജനത്തിന്റെ ഏറ്റവും കഷ്ടകാലം പിടിച്ച സമയമാണ് ഈ കഴിഞ്ഞുപോയത്. കോവിഡിൽ കിറ്റ് കൊടുത്ത ആളുകളെ കളിപ്പിച്ച് അധികാരത്തിലേറി അതിൻ്റെ ദുരിതം ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എലിപ്പറ്റി അടിച്ചിലിൽ വീണ എലിയെ പോലായി മാറും ജനം. അവര് ഈ സർക്കാരിന്റെ തൂത്തെറിയും, അതിന് സംശയമൊന്നും വേണ്ട. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ 1000 രൂപ മാസം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇപ്പോൾ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളിൽ എത്തിയിട്ടുണ്ട്. അത് ഈ വരാൻ പോകുന്ന ഇലക്ഷന് തൊട്ട് മുമ്പേ ഒരു പക്ഷേ ഒരു മാസത്തെ കൊടുത്തിറങ്ങാനായിരിക്കാം ഉദ്ദേശം. പക്ഷേ ഇതൊന്നും തുടർന്നു പോകുന്ന യാതൊരു നമ്മുടെ ഈ ശൂന്യമായ ഖജനാവിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അപ്പം പറഞ്ഞു മോഹിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഈ പിണറായി ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു മേഖലയിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് മോശമാണ്. എല്ലാ മേഖലയും തച്ചുടച്ചാണ്. വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി. വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പേഴ്സണലായി പറയേണ്ട കുത്തഴിഞ്ഞ പുസ്തകമാണ്. ആരോഗ്യ മേഖലയെ നമ്മൾ കാണുന്ന ആരോഗ്യ മേഖലയെ നമ്പർ 1 ആണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാണ് മുഖ്യമന്ത്രി അടക്കം ചികിത്സയ്ക്ക് പോകുന്നത്, അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം, കുട്ടികളുടെ ചെറുപ്പക്കാർ എല്ലാവരും കേരളത്തിൽ നിന്നും പല സ്റ്റേറ്റുകളിലേക്കാണ് പോകുന്നത്, അല്ലേ? പല സ്റ്റേറ്റുകളിലേക്ക് പഠിക്കാനായും തൊഴിലിനു വേണ്ടി പോവാണ്. ഇവിടെ തൊഴിലെന്ന് പറയുന്നതില്ല. പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വല്ലതും ഈ ഭരണം കൊണ്ടുണ്ടായിട്ടുണ്ടെന്നല്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാത്ത 10 വർഷക്കാലത്തെ ഭരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം.